Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് മുറുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത് അരിപ്പൊടി കൊണ്ടല്ല ഉണ്ടാക്കണം. നമ്മൾ കടലമാവ് വെച്ചിട്ട് മുറുക്ക് ഉണ്ടാക്കാം. ബേസൻ മുറുക്ക്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. അപ്പോൾ നമ്മൾ മുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 1.5 കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഇടണം. അത് കുറേശ്ശെ വെള്ളം ഇട്ടതിന് ശേഷം നമ്മുടെ ചപ്പാത്തി മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ചൊന്ന് ഹാർഡായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റ് റെസ്റ്റിംഗ് ടൈം കൊടുക്കാം. ഇത് കുഴയ്ക്കാനായിട്ട് 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളിനി നമ്മുടെ മുറുക്കുണ്ടാക്കുന്ന അച്ചും പിന്നെ പരത്താൻ പോണ സ്ഥലവും പിന്നെ ഈ പാത്രം നമ്മൾ മാവ് ഇടുന്ന പാത്രം നന്നായിട്ട് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്യണം. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നല്ല എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. ഇതിന് ഗ്രീസ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്നും അടിക്കാം. ഇനി നമുക്ക് നമ്മുടെ മുറുക്കുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മുറുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൽ ഓയിൽ ഇട്ടിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മുറുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മുറുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ മുറുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ റെഡിയാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.